ലോക സാഹിത്യത്തിലേക്കുള്ള മലയാളിയുടെ കിളിവാതിലായിരുന്നു പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലം എന്ന പ്രതിവാര പങ്ക്തി. 3.5 പതിറ്റാണ്ട് കാലം തുടർന്ന മറ്റൊരു സാഹിത്യ പങ്ക്തി ലോകത്ത് തന്നെ വേറെ ഉണ്ടാകാനിടയില്ല. എം കൃഷ്ണൻ നായർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 19 വർഷം. സൗഹൃദങ്ങൾ കടമയോ ബാധ്യതയോ ആകാതെ, ആളും തരവും നോക്കാതെ സാഹിത്യ സൃഷ്ടികളെ നിശിതമായി വിമർശിക്കാൻ പ്രൊഫസർ എം കൃഷ്ണൻ നായർക്ക് മടിയുണ്ടായിരുന്നില്ല. 1970 ആരംഭിച്ച സാഹിത്യവാരഫലം മലയാള നാട്, കലാകൗമുദി, സമകാലിക മലയാളം തുടങ്ങിയ വാരികകളിലൂടെ 3.5 പതിറ്റാണ്ട് കാലം നീണ്ടു. ജനകീയമായ ആ പങ്ക്തിയിലൂടെയാണ് വിദേശ എഴുത്തുകാരെയും അവരുടെ രചനകളെയും മലയാളി പരിചയപ്പെട്ടത്. കൃഷ്ണൻ നായരിലൂടെ മാർക്കേസും നെരൂദയുമെല്ലാം മലയാളിയുടെ സാഹിത്യ കുടുംബത്തിലെ അംഗങ്ങളായി മാറി. സാഹിത്യ വിമർശനം എന്നല്ല, മറിച്ച് ലിറ്റററി ജേർണലിസം എന്നാണ് എം കൃഷ്ണൻ നായർ തന്റെ പ്രതിവാര പങ്ക്തിയെ വിശേഷിപ്പിച്ചത്. കൗതുകകരമായ നിരീക്ഷണങ്ങളാലും കുറുക്കിക്കൊള്ളുന്ന നർമ്മം കൊണ്ടും സമ്പന്നമായിരുന്നു അത്. മലയാള സാഹിത്യത്തിലെ പൊങ്ങച്ചവും പൊള്ളത്തരങ്ങളും പൊളിച്ചടുക്കി. തിരുവനന്തപുരം സ്വദേശിയായ എം കൃഷ്ണൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായാണ് തൊഴിൽ ജീവിതം ആരംഭിച്ചത്. പിന്നീട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം 1978 എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗം മേധാവിയായാണ് വിരമിച്ചത്. സാഹിത്യവാരഫലം എന്ന സമാഹാരത്തിനു പുറമെ ആധുനിക മലയാള കവിത, കലാസങ്കല്പങ്ങൾ, സൗന്ദര്യത്തിന്റെ സന്നിധാനത്തിൽ എന്നിങ്ങനെ നിരവധി കൃതികൾ കൃഷ്ണൻ നായരുടേതായുണ്ട്. മരണത്തിന് ഒരാഴ്ച മുൻപ് വരെ സാഹിത്യവാരഫലം വായനക്കാരിലേക്കെത്തി. ലോക സാഹിത്യത്തിലേക്ക് മലയാളിയെ കൈപിടിച്ച് നടത്തിയ പ്രൊഫസർ എം കൃഷ്ണൻ നായർക്ക് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24.